യൂണിറ്റ് 3 പോളിറ്റീസ് ഫ്രം 2nd century BCE to 3rd century CE എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. At first introduction, in the period between 200 CE to 300 CE 300 considered as a dark period, അതായത് 200 BCക്കും 300 CEക്കും ഇടയിലുള്ള കാലഘട്ടത്തിലെ ഇരുണ്ട യുഗം എന്നാണ് അറിയപ്പെടുന്നത്. There was the absence of territorially and extensive political formation. ഈ കാലഘട്ടത്തിൽ പൊളിറ്റിക്കൽ ഫോർമേഷൻ്റെ കുറവുണ്ടെങ്കിലും കുഷാൻസ് ഇമ്പീരിയൽ പ്രൊജക്ട് കവറിംഗ് ലാർജ് പാർട്ട് ഓഫ് നോർത്ത് ഇന്ത്യയുടെ അധിക ഭാഗങ്ങളും കുഷാന്മാരുടെ ഇമ്പീരിയൽ പവർ പ്രോജക്റ്റ് കവർ ചെയ്തിരുന്നു. Viewed differently, the 5 centuries between decline of the Mauryas and coming of the Guptas were important for various reasons. അതുകൊണ്ട് തന്നെ മൗര്യന്മാരുടെ അധപതനത്തിനും ഗുപ്തന്മാരുടെ വരവിനും ഇടയിലുള്ള ഈ 5 നൂറ്റാണ്ട് ഇന്ത്യ ചരിത്രത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതപ്പെടുന്നു. പോസ്റ്റ് മൗര്യൻ പീരിയഡ്, സുംഗാസ് ആൻഡ് കൺവാസ്. The death of Ashoka started disintegration of the Mauryan Empire. അശോകന്റെ മരണത്തോടുകൂടി മൗര്യ സാമ്രാജ്യത്തിന്റെ അധപതനം തുടങ്ങിയിരുന്നു. The last Mauryan ruler, Brihadratha, murdered by his general Pushyamitra Shunga in 185 BCE. മൗര്യ ഭരണാധികാരിയായിരുന്ന ബൃഹദ്രഥനെ അദ്ദേഹത്തിന്റെ ജനറലായിട്ടുള്ള പുഷ്യമിത്ര ശുംഗൻ 185 BCയിൽ വധിക്കുകയുണ്ടായി. Then he founded Shunga dynasty. അതിനുശേഷം അദ്ദേഹം ശുംഗ രാജവംശം സ്ഥാപിച്ചു. Its territory comprised the Ganga Valley, northern India to extending up to the Narbada in the south. അദ്ദേഹത്തിന്റെ സാമ്രാജ്യം ഗംഗാവാലി മുതൽ നർമ്മദ വരെ നീണ്ടുകിടക്കുന്നതായിരുന്നു. പുഷ്യമിത്ര had to defend his dominions against Greek invaders from Bactrian. ബാക്ട്രിയന്മാരുടെ ഇൻവേഡേഴ്സിനെ ചെറുത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം പുഷ്യമിത്ര ശുംഗന് ഉണ്ടായിരുന്നു. At the end of 2nd century, the Greek ambassador Heliodorus erected Garuda pillar at Bessenagar near Vidisha. അതായത് ഗ്രീക്ക് അംബാസിഡർ ആയിട്ടുള്ള ഹെലിയോഡോറസ് ഗരുഡ പില്ലർ ബെസനഗറിൽ വിദിഷയിൽ മതേതരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. In BCE 73, Shunga ruler killed by his minister Vasudevan. Then he started Kanva dynasty. BCE 73 കാലഘട്ടത്തിൽ ശുംഗരാജാവിനെ വധിച്ചുകൊണ്ട് വാസുദേവ കൺവ ഡൈനാസ്റ്റി സ്ഥാപിക്കുകയുണ്ടായി. മഗധർ അണ്ടർ ദി ലേറ്റർ ശുംഗാസ് ആൻഡ് കൺവാസ് വാസ് എ പെയിൽ ഷാഡോ ഓഫ് ഇറ്റ്സ് ഫോർമർ ഗ്ലോറി. അതായത് മഗധ ശുംഗ രാജവംശത്തിന് കണ്ണൂർ രാജവംശത്തിന് കീഴിൽ ഒരു ഇരുണ്ട നിഴൽ മൂടിക്കിടന്ന കാലഘട്ടമെന്ന് അതിൻ്റെ ആദ്യത്തെ ഗ്ലോറിയൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ലേറ്റർ അണ്ടർ ദ കൺട്രോൾ ഓഫ് മൗര്യാസ് ടെറിട്ടറി ട്രൈബൽ ഗ്രൂപ്പ്സ് വർ എമേർജ്ഡ്. ദർ വർ നോൺ ആസ് ഗണസംഗാസ്. പിന്നീട് മൗര്യൻ ടെറിട്ടറിയിൽ ഉയർന്നു വന്ന ട്രൈബൽ ഗ്രൂപ്പ് ആയിരുന്നു ഗണസംഗാസ്. അവർ വളരെയധികം ഫേമസ് ആയിട്ടുള്ളവരായിരുന്നു. Rise the power of Indo-Greeks, Shagas, Parthians and Kushans Indo-Greeks. The political development during this period was the waves of movement from across the northwestern borders. ഈ സമയത്തുള്ള പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് നോർത്ത് വെസ്റ്റേൺ ബോർഡർ വരെ ഉണ്ടായിരുന്നു. The Greek kings of Bactria succeeded where he Seleucids had failed. ഈ കാലഘട്ടത്തിൽ ബാക്ട്രിയനായിട്ടുള്ള ഗ്രീക്ക് രാജാക്കന്മാർ വളരെയധികം സക്സസ് ആയെങ്കിലും സെലൂസിഡ്സ് ഫെയിൽ ആവുകയാണ് ചെയ്തത്. The conquest of large part of northwestern India is attested by Strabo's geography and periplus of the Erythraean Sea. ഈ കാലഘട്ടത്തിൽ നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലുള്ള എല്ലാ കാര്യങ്ങളും അറ്റസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതായത് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്ട്രാബോയുടെ ജോഗ്രഫിയിലും പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീയിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മെനൻഡർ ഈസ് ദ ബെസ്റ്റ് നോൺ ഇൻഡോ-ഗ്രീക്ക് റൂളർ ആൻഡ് ഹിസ് റീജിയൻ ഈസ് ഡേറ്റഡ് ടു 155 to 130 BCE. ഈ കാലഘട്ടത്തിലുള്ള ഗ്രീക്ക് റൂളറായിരുന്ന മെനൻഡസിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 155 130 BCക്കും ഇടയിലാണ്.
ഹിസ് കോയിൻസ് ഹാവ് ബീൻ റിപ്പോർട്ടഡ് ഫ്രം കാബൂൾ ആൻഡ് മധുര. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ കാബൂൾ, മധുര എന്നീ സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മിലിന്ദ പാൻഹോ റെക്കോർഡ്സ് ഡിസ്കഷൻ ബിറ്റ്വീൻ ഹിം ആൻഡ് ദ ബുദ്ധിസ്റ്റ് ഫിലോസഫർ നാഗസേന. ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന നാഗസേന എന്ന ഫിലോസഫറിൻ്റെ കൂടെ തന്നെ, ബുദ്ധിസ്റ്റ് ഫിലോസഫറിൻ്റെ കൂടെ തന്നെ മിലിന്ദ പാൻഹോ എന്ന അംബാസിഡറുമായിട്ടുള്ള ചർച്ച വളരെയധികം ഫേമസ് ആണ്. വിത്ത് ദ ഡെത്ത് ഓഫ് മെനൻഡർ, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഇൻഡോ-ഗ്രീക്ക് വാണ്ട്. With the death of Menander, the political influence of the Indo-Greek waned. ഫേമസ് കിങ് ആയിട്ടുള്ള മെനൻഡറിന്റെ മരണത്തോടുകൂടി ഇൻഡോ ഗ്രീക്കിന്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വാൺ ചെയ്യുകയാണ് ഉണ്ടായത്. ഹെലിയോഡോറസ് പില്ലേഴ്സ് mention about the Indo-Greek coins and പഞ്ച്-മാർക്ക് കോയിൻ. ഹെലിയോഡോറസ് പില്ലേഴ്സ് മെൻഷൻ ചെയ്യുന്നത് ഗ്രീക്ക് കോയിൻസിനെ കുറിച്ചും പഞ്ച്-മാർക്കഡ് കോയിൻസിനെ കുറിച്ചും നമുക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇമേജസ് ഓഫ് ദ കിങ് ഓൺ ദ കോയിൻസ് ഹാഡ് പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ. അതായത് ഈ കോയിൻസിലെല്ലാം തന്നെ രാജാക്കന്മാരുടെ ഇമേജ് വെച്ചിരുന്നു. ഇറ്റ് വാസ് എ സ്റ്റേറ്റ് ഓഫ് റോയൽ സോവറിനിറ്റി. രാജാക്കന്മാരുടെ സോവറിനിറ്റിയെ കുറിച്ച്, റോയൽ സോവറിനിറ്റിനെ കുറിച്ചും ഇത് വിപുലമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. Next topic, Shagas and Parthian. In BCE, 1st century, the process of conquest in northwestern India can be seen emergence of the Shagas. They posed them towards Bactria and Iran. From Bactria, they moved into the northwestern to India. ഷാഗാസ് പാർത്തിയന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവര് ബാക്ട്രിയ, ഇറാൻ മുതൽ മൂവ് ചെയ്തിട്ട് നമ്മുടെ വെസ്റ്റേൺ ഇന്ത്യ വരെ എത്തിച്ചേർന്നു. മോസ് ഓർ മോഗ വാസ് ദ ഫസ്റ്റ് ഷാഗ കിങ് ഇന്ത്യ. മോസ് ഓർ മോഗ എന്ന ഷാഗ രാജാക്കന്മാർ ഇന്ത്യയിൽ വളരെയധികം വിപുലമായിട്ടുള്ള ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഹി ആൻഡ് സക്സസേഴ്സ് അസസ് ഫൗണ്ട് എ ലാർജ് കിങ്ഡം ബൈ ഡിസ്പ്ലേസിങ് ദ ഇൻഡോ-ഗ്രീക്സ്. അതായത് അവരിലെ ഫേമസ് ആയിട്ടുള്ള രാജാവായിട്ടുള്ള അസസ് ഒരു വലിയ കിങ്ഡം തന്നെ ഇന്ത്യയിൽ സ്ഥാപിക്കുകയുണ്ടായി. The territory extends from northwest to Madura and include whole tract from Ujjain to Saurashtra. അവരുടെ ടെറിട്ടറി മധുര മുതൽ ഉജ്ജയിൻ, സൗരാഷ്ട്ര വരെ വ്യാപിച്ചു കിടന്നിരുന്നു. They issued coins like Indo-Greek style. അവരവരുടെ കോയിൻസ് ഇൻഡോ-ഗ്രീക്ക് സ്റ്റൈലിലാണ് കോയിൻസ് ഇഷ്യൂ ചെയ്തിരുന്നത്. They used Iranian title like King of Kings. അവര് രാജാതിരാജ, മഹാരാജാവ് അങ്ങനെയുള്ള പേര്, കിങ് ഓഫ് കിങ്സ് എന്ന പേര് സ്വീകരിച്ചിരുന്നു. There were provincial governors known as ക്ഷത്രപാസ്. അവരുടെ പ്രൊവിൻഷ്യൽ ഗവർണേഴ്സിനെ അറിയപ്പെട്ടിരുന്നത് ക്ഷത്രപാസ് എന്ന പേരിലാണ്. The chieftains headed by Shaga kings. അവരുടെ ചീഫ്റ്റൻസ് നിർവഹിച്ചിരുന്നത് ശാക രാജാക്കന്മാർ തന്നെയായിരുന്നു. They have autonomy or independence in such a system. അവർക്ക് ആധിപത്യം ഉണ്ടായിരുന്നു, എല്ലാത്തിനും ഒരു കൺട്രോളും ആധിപത്യം ഉണ്ടായിരുന്നു. The independence by the local ക്ഷത്രപാസ് led to the waning of Shaga's power. ഈ ലോക്കൽ ക്ഷത്രപാസ് അവരിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതോടുകൂടി ശാക പവേഴ്സിന് കുറച്ച് അവർ ശക്തി ക്ഷയിക്കുകയുണ്ടായി. അസസ് ടു വാസ് ദ ഇമ്പോർട്ടൻറ്റ് കിങ് ഇൻ ദ നോർത്ത് വെസ്റ്റ്. നോർത്ത് വെസ്റ്റേൺ സൈഡിൽ അസസ് ടു എന്ന രാജാവ് വളരെയധികം ഫേമസ് ആയിരുന്നു. ഇൻ ദ ഏർലി പാർട്ട് ഓഫ് 1st century CE, ഷാഗാസ് were replaced by the Indo-Parthians and Pahalwas. 1ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഷാഗാസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പാർത്തിയൻസ് ഓർ പഹൽവാസ് വരികയുണ്ടായി. Their rule was not last long. അവരുടെ ഭരണം അധികകാലം നീണ്ടു നിന്നിട്ടായിരുന്നു. ഒറിജിനലി they came from Iranian provinces of പാർഥ്യ. അവർ യഥാർത്ഥത്തിൽ
ഇറാനിയൻ പ്രോവിൻസ് ആയ പാർത്തിയിൽ നിന്നായിരുന്നു അവർ വന്നത്. ലേറ്റർ ദേ ഒക്യുപ്പൈഡ് ബാക്ട്രിയ ഇൻ 2nd century CE. അവർ അവസാനം ബാക്ട്രിയ ഒക്യുപ്പൈ ചെയ്യുകയുണ്ടായി. ഗോണ്ടോനോഫോറസ് ഈസ് ദ ബെസ്റ്റ് നോൺ എമംഗ് ദ 2nd century BC. ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഫേമസ് ആയിട്ടുള്ള രാജാവാണ് ഗോണ്ടോനോഫോറസ്. ഇൻ നോർത്ത് ഇന്ത്യ കുഷാനാസ് ഡോമിനേറ്റ് ദെയർ പവർ. ഈ കാലഘട്ടത്തിൽ നോർത്ത് ഇന്ത്യയിൽ കുഷാനാസ് പതുക്കെ നോർത്ത് ഇന്ത്യയിലേക്ക് അവരുടെ പവറിലേക്ക് വരികയാണ്. ഇൻ ദിസ് പീരിയഡ് കത്തിയവാർ ആൻഡ് മാൾവ ഷാഗാസ് സ്റ്റാർട്ടഡ് ദെയർ റൂൾ. ആ കാലഘട്ടത്തിൽ കത്തിയവാർ, മാൾവ തുടങ്ങിയ സ്ഥാനങ്ങൾ ശാകന്മാരുടെ കീഴിലായിരുന്നു. രുദ്രനാമൻ വാസ് ദ ബെസ്റ്റ് നോൺ കിങ് എമംഗ് ദം. അവരിൽ ശാകന്മാരിൽ അറിയപ്പെടുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രാജാവാണ് രുദ്രദാമൻ. The famous inscription at Junagadh dated 2nd century CE records of conquest and achievements. അദ്ദേഹത്തിന് തന്നെ ഫേമസ് ആക്കുന്ന ജുനഗാഡ് പ്രശസ്തിയിൽ 2nd century CE അദ്ദേഹത്തിന്റെ കോൺക്വസ്റ്റിനെ കുറിച്ചും അതേപോലെ അച്ചീവ്മെന്റ്സിനെ കുറിച്ചും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനദർ ഫേമസ് ഇൻസ്ക്രിപ്ഷൻ വാസ് ദ ഹദികുംബ ഇൻസ്ക്രിപ്ഷൻ ഓഫ് ഗരവേല ഓഫ് കലിംഗ ഇൻ 1st century BC. It was the political and പെർസിക്യൂസ് ഡോക്യുമെന്റ്സ്. അതായത് മറ്റൊരു ഇൻസ്ക്രിപ്ഷൻ ആയിട്ടുള്ള ഹദികുംബ ഇൻസ്ക്രിപ്ഷൻ ഗരവേലയുടെ 1st century BC രേഖപ്പെടുത്തിയത്. ഇതില് പൊളിറ്റിക്കൽ പെർസിക്യൂറൻസ് ഡോക്യുമെന്റ്സ് ആയിട്ട് കരുതപ്പെടുന്നു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് കുഷാനന്മാരെ കുറിച്ച് പറയാനാണ്. കുഷാനന്മാർ നമ്മുടെ ഇന്ത്യയിൽ എത്രയധികം ഇൻഫ്ലുവൻസ് ചെലുത്തിയിരുന്നു എന്ന് നമുക്ക് നോക്കാം. Kushans entered the northwest in early 1st century CE. They belonged to tribes. അവര് കുഷാനന്മാർ നോർത്ത് ഇന്ത്യയിൽ 1ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിൽ പ്രവേശിച്ചു. എന്നിരുന്നാൽ തന്നെയും അവര് ഒരു ട്രൈബൽ പീപ്പിൾ ആയിരുന്നു. ദ യൂജി ട്രൈബ് they were divided into 5 units. അതായത് അവരുടെ ഗോത്ര വിഭാഗം അറിയപ്പെടുന്ന യൂജി ട്രൈബ്സ് എന്ന പേരിലാണ്. They divided into 5 units. അവര് 5 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. Kujala Kadphises, chieftain of the Kushana, who united 5 tribal units. അതായത് ആ ട്രൈബൽ യൂണിറ്റിൽ തന്നെ കുജില കാഡ്ഫൈസസ് എന്ന ചീഫ്റ്റൈൻസ് ആണ് പ്രധാനപ്പെട്ട ആള്. അദ്ദേഹം നമ്മൾ കുഷാനന്മാരുടെ ചരിത്രത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുജില കാഡ്ഫൈസസ് chieftain of Kushana who united the 5 tribal units. അതായത് ട്രൈബൽ യൂണിറ്റ്സിനെ മൊത്തം യൂണൈറ്റ് ചെയ്തത് കുജില കാഡ്ഫൈസസ് എന്ന ചീഫ്റ്റൻ ആയിരുന്നു. ഹി വാസ് സക്സീഡഡ് ബൈ ഹിസ് സൺ വിമ കാഡ്ഫൈസസ്. അദ്ദേഹത്തിന്റെ രാജാവായിരുന്ന വിമ കാഡ്ഫൈസസും ആ കാര്യത്തിൽ വളരെയധികം സക്സസ് ആയിരുന്നു. The early history of Kushans recorded in the chronicles of the Han dynasty of China. അതായത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ചൈനയിലെ ഹാൻ ഡൈനാസ്റ്റിയുടെ ചരിത്രത്തിലും നമ്മുടെ കുഷാനന്മാരിനെ കുറിച്ചുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിമ കാഡ്ഫൈസസ് വാസ് സക്സീഡഡ് ബൈ കനിഷ്ക. അതിനുശേഷം വന്ന കനിഷ്കനും വിമ കാഡ്ഫൈസസിനെ പോലെ തന്നെ വളരെയധികം സക്സസ് ആയിട്ടുള്ള രാജാവായിരുന്നു. സം ഓഫ് ദ ഇൻസ്ക്രിപ്ഷൻസ് സാരനാഥ്, കൊസാംബി, മധുര ഡിസ്ക്രൈബ്ഡ് എബൌട്ട് കനിഷ്ക. സാരനാഥ്, കൊസാംബി, മധുര തുടങ്ങിയ ഇൻസ്ക്രിപ്ഷനിൽ നമ്മുടെ കനിഷ്ക രാജാവിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. Kanishka territory expanded Oxus in the west to Varanasi in the east and from Kashmir in the north to Sanji in the south. അതായത് കനിഷ്കന്റെ ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്തിരുന്ന ഓക്സസ് മുതൽ വാരണാസി, കാശ്മീർ, സാഞ്ചി, സൗത്ത് ഇന്ത്യയിലെ സാഞ്ചി വരെ വ്യാപിച്ചു കിടന്നിരുന്നു. പുരുഷപുര പെഷവാർ വാസ് ഇമ്പീരിയൽ ക്യാപിറ്റൽ. അതായത് അദ്ദേഹത്തിന്റെ ഇമ്പീരിയൽ ക്യാപിറ്റൽ പെഷവാർ ആയിരുന്നു. കനിഷ്ക വാസ് സക്സീഡഡ് ബൈ ഹവിഷ്ക ആൻഡ് വാസുദേവ. കനിഷ്കന് ശേഷം വാസുദേവ അഥവാ ഹവിഷ്ക അദ്ദേഹത്തിന്റെ ഭരണം പിന്തുടർന്നു. വാസുദേവ വാസ് ദ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കുഷാന റൂളർ. വാസുദേവനായിരുന്നു ഈ രാജവംശത്തിലെ ഏറ്റവും
കുഷാന രാജവംശത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളർ. ദ ഡൈനാസ്റ്റി കണ്ടിന്യൂഡ് ഇൻ ദ ഏർലി ഡിക്കേഡ്സ്. 3-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടം ആകുമ്പോഴേക്കും തന്നെ ഈ രാജവംശം, കുഷാന രാജവംശം പതിയെ പതിയെ പതനത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. നേച്ചർ ഓഫ് ദ കുഷാന സ്റ്റേറ്റ്സ്. കുഷാന സ്റ്റേറ്റ്സിൻ്റെ പ്രകൃതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, വേരിയസ് കോയിൻസ് ആൻഡ് ഇൻസ്ക്രിപ്ഷൻ ഫോൺ ദാറ്റ് ടെൽ അബൌട്ട് റിച്ച്നെസ് ഓഫ് കുഷാൻസ് എംപയർ. വ്യത്യസ്ത തരത്തിലുള്ള ഇൻസ്ക്രിപ്ഷനും കോയിൻസും കണ്ടെത്തുന്നതിലൂടെ നമുക്ക് കുഷാനന്മാരുടെ അവരെത്രമാത്രം പുരോഗതിയും വളർച്ചയുള്ള സാമ്രാജ്യമായിരുന്നു നിലനിർത്തിയിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദേ ടൈറ്റിൽ സച്ചാസ് മഹാരാജ, രാജാതിരാജ, ദേവപുത്ര എക്സെട്ര. അവര് രാജാക്കന്മാരുടെ മഹാരാജ, രാജാതിരാജ, ദേവപുത്ര എന്നീ പേരുകളിലൊക്കെ അവർ അറിയപ്പെടുന്നുണ്ടായിരുന്നു. സാരനാഥ് ബുദ്ധിസ്റ്റ് ഇൻസ്ക്രിപ്ഷൻ റെഫർ ടു ദ 2 ക്ഷത്രപാസ് ആൻഡ് മഹാക്ഷത്രപാസ്. സാരനാഥ് ബുദ്ധിസ്റ്റ് ഇൻസ്ക്രിപ്ഷനിൽ ഈ കുഷാന രാജാക്കന്മാരുടെ കീഴിലുള്ള 2 ക്ഷത്രപാസിനെ കുറിച്ചിട്ട് പറയപ്പെടുന്നുണ്ട്. ക്ഷത്രപാസിനെ കുറിച്ചും മഹാക്ഷത്രപാസിനെ കുറിച്ചും പറയപ്പെടുന്നുണ്ട്. ദണ്ഡനായക ആൻഡ് മഹാദണ്ഡനായക ദേ കമ്പൈൻഡ് സിവിൽ ആൻഡ് മിലിറ്ററി വർക്ക്സ്. അതായത് ദണ്ഡനായക, മഹാദണ്ഡനായക എന്നിവർ സിവിലും മിലിറ്ററി വർക്ക്സിനെ കുറിച്ചിട്ടും ആണ് രാജ്യത്ത് നോക്കി നടത്തിയിരുന്നത്. ഭഗനപതി ഇൻ ചാർജ് ഓഫ് റിലീജിയസ് അഫയേഴ്സ്. അതായത് മതപരമായ കാര്യങ്ങളെല്ലാം തന്നെ ഭഗനപതി എന്ന ഉദ്യോഗസ്ഥന്മാരായിരുന്നു നടപ്പിലാക്കിയിരുന്നത്. ധനപതി ടു ഡു വിത്ത് ഡൊണേഷൻ. ധനകാര്യപരമായിട്ടുള്ള വരവ് ചെലവ് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് ധനപതിയായിരുന്നു. ഭദ്രപാല ഹു ലുക്ക്ഡ് ആഫ്റ്റർ അൺകൾട്ടിവേറ്റഡ് ലാൻഡ് എറൗണ്ട് ദ വില്ലേജ്. അതായത് രാജ്യത്ത് നിലനിന്നിരുന്ന അൺകൾട്ടിവേറ്റഡ് ആയിട്ടുള്ള ലാൻഡിനെ നോക്കി നടത്തിയിരുന്നത് ഭദ്രപാല എന്ന ഓഫീസേഴ്സ് ആയിരുന്നു. ഗ്രാമിക വാസ് ദ വില്ലേജ് ഹെഡ്മാൻ ഹു മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ. രാജ്യത്തിലെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് ഗ്രാമികയായിരുന്നു. The official language of the Kushan state was the Kushanisad അഥവാ കുശനികൃത. അതായത് കുഷാനന്മാരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നത് കുഷാനിഷദ് അഥവാ കുഷാനികൃതയായിരുന്നു. ദേ യൂസ് സാൻസ്ക്രിറ്റ്, കരോഷ്ട്രി എക്സെട്ര ലാംഗ്വേജ്. അവര് സംസ്കൃതവും കരോഷ്ട്രി ലാംഗ്വേജും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഷാൻസ് ട്രേഡ് റൂട്ട് എക്സ്പാൻഡഡ് ഫ്രം ഗാൻജസ് ഓഫ് യൂഫ്രട്ടീസ്. അവരുടെ വ്യാപാരം ഗംഗാ സമതലം മുതൽ യൂഫ്രട്ടീസ് വരെ വ്യാപിച്ചു കിടന്നിരുന്നു. സീ ട്രേഡ് അക്രോസ് അറേബ്യൻ സീ ആൻഡ് പേർഷ്യൻ ഗൾഫ് ടു റോമൻ ഫ്ലറിഷ്ഡ് ആൻഡ് എക്സ്പാൻഡഡ്. അവരുടെ സീ ട്രേഡ് അറേബ്യൻ സീ മുതൽ പേർഷ്യൻ ഗൾഫ്, റോം വരെയൊക്കെ ഫ്ലറിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ ദ ഇയർ 47 അറ അറ്റോക്ക് ഇൻസ്ക്രിപ്ഷൻ ത്രോ ലൈറ്റ് ഓൺ കുഷാൻസ് കോണ്ടാക്ട് വിത്ത് റോമൻസ്. അതായത് 47 ഇയർ സിയിൽ അറ അറ്റോക്ക് ഇൻസ്ക്രിപ്ഷൻ നമ്മളിലേക്ക് വെളിച്ചം വീശുന്നത് കുഷാൻ രാജാക്കന്മാർ റോമൻ രാജാക്കന്മാരുമായിട്ട് നല്ല ബന്ധത്തിലാണ് എന്നാണ്. കുഷാൻസ് borrowed aspects of political ideas and organization of coinage, title, image, sculptures, kingship influenced the Guptas and other polities early medieval India. അതായത് കുഷാനന്മാരുടെ പൊളിറ്റിക്കൽ ഐഡിയാസും ഓർഗനൈസേഷനും കോയിനേജ് ടൈറ്റിലും ഇമേജസും സ്കൾപ്റ്റേഴ്സ് എല്ലാം തന്നെ പിന്നീട് വന്ന ഗുപ്തന്മാരുടെ ഭരണത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു, വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. Peninsular India, the rise of the power of the Shatavahanas. The earliest dynastic rule in Peninsular India was that of Shatavahanas. ആദ്യകാലത്തിൽ ഒരു രാജഭരണം ഡൈനാസ്റ്റിക് റൂള് കൊണ്ടുവന്നത് ശാതവാഹനന്മാരുടെ കാലഘട്ടത്തിലായിരുന്നു. ദ ഹിസ്റ്റോറിയൻസ് ഫൗണ്ട് ദാറ്റ് ടെനൻസ് ടു ബി തിയറട്ടിക്കൽ മോഡൽ റൂൾ ഫൗണ്ട് ഇൻ ശാതവാഹന എംപയർ. തിയറട്ടിക്കൽ റൂളും മോഡൽ റൂളും മുതലായവയൊക്കെ കാണപ്പെടുന്നത് ഈ ശാതവാഹനന്മാരുടെ കാലഘട്ടത്തിലാണ്. നേച്ചർ ഓഫ് ദി സ്റ്റേറ്റ്. The Shatavahana state have important role in the history. Socio-economic political background.
In 3rd century BC, Krishna, Godavari valleys witnessed the rise of agrarian localities of paddy cultivation. അതായത് 3-ാം നൂറ്റാണ്ട് BC കാലഘട്ടത്തിൽ കൃഷ്ണ ഗോദാവരി വാലിയിലൊക്കെ അഗ്രേറിയൻ സൊസൈറ്റി ഡെവലപ്പ് ചെയ്ത് വന്നതിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മൾ കണ്ടെത്തുകയും അതിനെക്കുറിച്ച് പഠനം നടത്തുകയൊക്കെ നമ്മൾ ചെയ്തപ്പോൾ ആ കാലഘട്ടത്തിൽ ധാരാളം കാർഷിക സംസ്കാരം നിലനിന്നിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അഗ്രേറിയൻ ലൊക്കാലിറ്റീസ് വെർ സ്മോൾ കമ്പയർഡ് ടു ദ ലാർജ് അപ്ലാൻഡ്സ്. അതായത് അഗ്രേറിയൻ സൊസൈറ്റി എന്ന് പറയുമ്പോൾ മറ്റുള്ള അപ്ലാൻഡിനെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം ചെറുതായിരുന്നെങ്കിലും വളരെയധികം ഇലാബറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് അവർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. പൈത്തൺ വാസ് ദ റീജിയൻ നെർവ് സെൻറ്റർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അവരുടെ എക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ നടന്ന സ്ഥലമായിരുന്നു പൈത്തൺ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്. അത് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലമായിരുന്നു പൈത്തൺ എന്ന് പറയുന്നത്. ദ പാർട്ട് ഓഫ് ട്രാൻസ്മറൈൻ കൊമേഴ്സ് സജാസ് ബാരിഗാസ, സുപ്ര ആൻഡ് കല്യാൺ. അവരുടെ പോർട്ട് ഓഫ് ട്രാൻസ്മറൈൻ, അതായത് കൊമേഴ്സ് നടന്നിരുന്നത്, അതായത് തുറമുഖമായിട്ടുള്ള വാണിജ്യ ബന്ധമൊക്കെ നടന്നിരുന്നത് ബാസികാര, സുപ്ര, കല്യാൺ എന്നീ തുറമുഖം മുഖാന്തരമായിരുന്നു. ഇൻ ഷോർട്ട്, ശതവാഹന സ്റ്റേറ്റ് റിലേറ്റ് ടു ഡിഫറെൻറ്റ് എക്കോണമി. അതുകൊണ്ട് തന്നെ ശതവാഹന സ്റ്റേറ്റ് വളരെയധികം മറ്റുള്ള എക്കോണമിയെ വെച്ച് ഒക്കെ ഡിഫറൻ്റ്ലി ആയിരുന്നു. The rule persisted under about 30 kings covering roughly for half centuries. അതായത് അവരുടെ ഭരണം നടത്തിയിരുന്നത് ഏകദേശം ഒരു 30 രാജാക്കന്മാരായിരുന്നെങ്കിലും ഒരു നൂറ്റാണ്ടിൻ്റെ പകുതിയിലേറെ കാലഘട്ടം അവരുടെ ഭരണം നടത്താൻ നന്നായി നടത്തിയിരുന്നു അവർ. കിങ് സിമുക കാൾഡ് ദ ഫൗണ്ടർ ഓഫ് ദ ഡൈനാസ്റ്റി. രാജാവ് സിമുകനാണ് പ്രധാനപ്പെട്ട രാജാവായി കണക്കാക്കപ്പെടുന്നത്. സിമുക 23 years റൂൾഡ്. അതായത് അദ്ദേഹം ഒരു 23 വർഷം അദ്ദേഹം ഭരിക്കുകയുണ്ടായി. സിമുഹാസ് ബ്രദർ കൻഹാർ കൃഷ്ണ 18 years റൂൾഡ്. അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായിട്ടുള്ള കൻഹനും കൃഷ്ണനും ആയിട്ടുള്ള എംപയേഴ്സ് 18 വർഷം ഭരിക്കുകയുണ്ടായി. ശ്രീ ശതകർണി സൺ ഓഫ് കൃഷ്ണ ഹു ഹാഡ് റൂൾഡ് 30 years. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടുള്ള ശ്രീ ശതകർണി 30 years ഭരിക്കുകയുണ്ടായി. ഖഗോര ശതകർണി, മാർഗേന്ദ്ര ശതകർണി, ഗൗതമിപുത്ര, ശ്രീ യാജന ശതകർണി ആൻഡ് സോ ആർ അനദർ നെയിംസ് വാസ് കുംഭകർണ, ജഡികർണ, ലംബോദര എന്നീ പേരുകളിലൊക്കെ അദ്ദേഹം ഫേമസ് ആയിരുന്നു. ഹതികുംഭ ഇൻസ്ക്രിപ്ഷൻ റെഫേഴ്സ് ടു ഗരവേല ഓഫ് കലിംഗ ടു സെൻഡ് ഹിസ് ആർമി ടു ദ വെസ്റ്റ് ഡിസ്റിഗാർഡിംഗ് ശതകർണി. അതായത് ഹതികുംഭ ഇൻസ്ക്രിപ്ഷൻ നമുക്ക് റെഫർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ശതകർണിയെ നശിപ്പിക്കാൻ വേണ്ടി ആർമി അയക്കുകയുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. സിങ്ക്രോണമിസ് ഓഫ് ഗരവേല ആൻഡ് ശതകർണി റൂൾഡ് ബിറ്റ്വീൻ 200 to 190 BC. അതായത് ഗരവേലൻ ശതകർണി പിന്നീട് ഒരു 200 to 190 BC കാലഘട്ടമാകുമ്പോൾ ഒരു സമന്വയം അവർക്കിടയിൽ വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അബലിക ആൻഡ് ഹാല ആർ 2 other important successors in the line. ആ കാലഘട്ടത്തിൽ തന്നെ അബലിക, ഹാല എന്നീ 2 രാജാക്കന്മാർ ഫേമസ് ആയിരുന്നു. ദ ശതവാഹന റൂളേഴ്സ് were patrons of both ശ്രമണാസ് ആൻഡ് ബ്രാഹ്മണാസ്. അവർക്ക് കീഴിലുണ്ടായിരുന്ന ശ്രമണാസും ബ്രാഹ്മണോടും അവർ വളരെയധികം പാറ്റേൺ ആയിരുന്നു. ദേ ഫോളോഡ് ക്രോസ് കസിൻ സിസ്റ്റം ആൻഡ് ദേ ആൾസോ ഫോളോഡ് പാട്രിയാർക്കൽ ഇൻഹെറിറ്റൻസ്. അവർ ക്രോസ് കസിൻ സിസ്റ്റവും പാട്രിയാർക്കൽ ഹെറിറ്റൻസും അവർ ഫോളോ ചെയ്തിരുന്നത്. ദ ശതവാഹനാസ് region co-interpreted by the Shakas, Kushanas, Parthians, Yavanas, etc. Gautamiputra Shatakarni restored the large extent of kingdom to Vidarbha, Rajaputana, Malwa and North Konkan. അതായത് ഗൗതമിപുത്ര ശതകർണി അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വിദർഭ, രജപുത്താന, മാൾവ, നോർത്തേൺ കൊങ്കൺ വരെ വ്യാപിപ്പിച്ചിരുന്നു. ഹൂ റൂൾഡ്
24 years. അദ്ദേഹത്തിന്റെ ഭരണം 24 വർഷം പിന്തുടർന്നു. ഗൗതമിപുത്ര വാസ് സക്സീസ്ഡ് ബൈ വശിഷ്ഠപുത്ര പുൽവാമയി. ഈ പാഠഭാഗത്തിൽ ഏറ്റവും അവസാനത്തെ പോർഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഓഫ് ദ സ്റ്റേറ്റ്. ശാതവാഹന സ്റ്റേറ്റ് വാസ് ഡൊമീനിയൻ മൊണാർക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അതായത് അവരുടെ രാജാധിപത്യം വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു രാജ്യത്ത്. കിങ് അസിസ്റ്റഡ് ബൈ ടീം ഓഫ് അമേത്യ, സേനാപതി, ദണ്ഡനായകാസ്. അതായത് രാജാക്കന്മാരെ അമേത്യ, സേനാധിപതി, ദണ്ഡനായക എന്നിവരൊക്കെ അസിസ്റ്റ് ചെയ്തിരുന്നു. എപ്പിഗ്രാഫ്സ് മെൻഷൻ മഹാസാമന്താസ്, മഹാരഥികാസ്, മഹാഭോജ, മഹാസേനാധിപതി ആൻഡ് മഹാദണ്ഡനായക. ദേ വർക്ക്ഡ് ആസ് ഹയർ ലെവൽ ഹെറാർച്ചിക്കൽ സ്ട്രക്ചർ. അതായത് എപ്പിഗ്രാഫിൽ എല്ലാത്തിലും തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ മഹാസാമന്ത, മഹാസേനാധിപതി, മഹാദണ്ഡനായക എങ്ങനെയാണ് രാജാവിനെ അസിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ദേ ഹാവ് വെൽ ഓർഗനൈസ്ഡ് ബ്യൂറോക്രസി. അവർക്ക് നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബ്യൂറോക്രസി ഉണ്ടായിരുന്നു. ഗഹബത് ആൻഡ് നഗര വർ മെർച്ചൻസ്. ദേ വർ ജനറലി കാൾഡ് വഞ്ച നിഗമ. അവരുടെ രാജ്യത്തുള്ള വ്യാപാരികളെ ഗഹബത് അല്ലെങ്കിൽ നഗര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കോർപ്പറേഷൻ നിഗമ ഹെഡഡ് ബൈ സേത്തി ഓർ ശ്രേഷ്ഠി. അതായത് സേത്തി അല്ലെങ്കിൽ ശ്രേഷ്ഠി എന്ന് അറിയപ്പെടുന്നത് കോർപ്പറേഷൻ ഹെഡിനെ ആയിരുന്നു. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.